ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഖിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴും ഉള്ളത് ഫോർട്ട് കൊച്ചിയിൽ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ വാട്ടർ മെട്രോയിൽ കയറിയിട്ട് ഫുള്ളൊന്ന് ഒരു അരമണിക്കൂർ കറങ്ങി ഒക്കെ വന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അവിടെ നമ്മൾ തിരിച്ച് വീണ്ടും ഫോർട്ട് കൊച്ചി മെട്രോയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ഇവിടെ ഫോർട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കുറച്ച് കറങ്ങി നടന്ന് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ മലയാള സിനിമകൾ ഒരുപാട് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാനുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബിഗ് ബിയിൽ മമ്മൂക്കയുടെ സിനിമ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ്. ഒരു വീട് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും തുടർന്ന് ഇതിനകത്തുള്ള ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനുള്ള അവസരങ്ങൾ, കൊച്ചു കടകൾ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് പോവാം. നമുക്ക് അങ്ങോട്ട് ഉറപ്പാട് പോകാം. നടന്ന് കാണാം. കുറച്ച് നടക്കാനുണ്ട് ബീച്ചിന്റെ സൈഡിൽ കൂടെ ഒക്കെ. എല്ലാം കളർഫുൾ ആണ്. എല്ലാം പെയിന്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളി. അറിയാമല്ലോ, നമ്മൾ സിനിമയിലൊക്കെ കാണും പോലെ തന്നെയാണ് ഇവിടെയൊക്കെ കാണുന്നത്. നമ്മൾ അതുകൊണ്ട് ഒരിക്കലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനെയൊന്നും അല്ല. എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരുപാട് ഫ്രീക്കന്മാരുടെ ഒരു ഏരിയ ആണ്. നമുക്ക് എല്ലാം കാണാം. നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. ഓക്കെ. വാട്ടർ മെട്രോയിലെ കറക്കമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചി ഒന്ന് റൗണ്ട് അടിച്ച് കാണാമെന്ന് വിചാരിച്ച് ഞാനും വിജയശേട്ടനും കൂടെ ഇറങ്ങിയാണ്. ഒരുപാട് ഷോപ്പുകളും കൊച്ചു കടകളും നമ്മുടെ ഈ സ്നാക്സ് കഴിക്കുന്ന കടകൾ, സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന കടകൾ, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ചില കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു വൈകുന്നേര സമയങ്ങളിലായിരിക്കും ഇവിടെ കുറച്ചുകൂടെ ആക്റ്റീവ് ആവുക. എന്നാലും ഇപ്പോഴും തിരക്കിന് കുറവൊന്നുമില്ല. ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ട് ഇപ്പോൾ. കൊച്ചിയിലേക്ക് വരുന്ന സഞ്ചാരികൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ ഇതിനകത്ത് നമുക്ക് ചുറ്റി നടന്ന് കാണാനുണ്ട്. ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനുണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ചീനവലകളാണ്. നമ്മുടെ കരഭാഗത്ത് നിന്ന് ചീനവലയുടെ അകത്തേക്ക് നടക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും, അതിനകത്തേക്ക് കയറാനുള്ള ഒരു സ്ഥലം. പക്ഷേ അത് നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല. അതായത് അവിടെ ഡോർ പോലെ കയറൊക്കെ കെട്ടി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്ന് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഈ ഫോർട്ട് കൊച്ചിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഏകദേശം ഒരു 10-12 ചീനവല ഇങ്ങനെ അടുപ്പിച്ചുണ്ട്. പിന്നെ അതുപോലെ കുറച്ചുകൂടെ നടന്ന് മുന്നോട്ട് വരുമ്പോഴത്തേന് കപ്പലിലെ നങ്കൂരം കണ്ടിട്ടുണ്ടോ? പഴയ ഏതോ കപ്പലിലുള്ള ഒരു നങ്കൂരം ഇവിടെ പബ്ലിക്കിന് കാണാനായിട്ട് ഇവിടെ വച്ചിട്ടുണ്ട്. കൊച്ചിൻ പോർട്ടും നമ്മൾ ഈ ടാറ്റ ടീ കമ്പനി ഇല്ലേ, അവരും കൂടെ ചേർന്നാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഉച്ച സമയമായിട്ട് കൂടി അധികം ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പണ്ട് കാലത്ത് നമ്മുടെ ട്രെയിനിൽ കൽക്കരിയല്ലേ ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ കപ്പലിലും ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത് കൽക്കരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഈ ഒരു കൽക്കരി കത്തിക്കുന്ന ഒരു യന്ത്രമാണിത്. അത് കപ്പലിലുള്ളതാണ്. അതിവിടെ നമ്മുടെ പബ്ലിക്കിനെ പോലെ നമുക്ക് കാണാത്ത പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ദൂരം ഈ കായലിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടക്കാനായിട്ട് നടപ്പാതകളുണ്ട്. അപ്പോൾ ആ നടപ്പാതയുടെ സൈഡിലായിട്ട് തന്നെ ഒരുപാട് കൊച്ചു കടകളൊക്കെ എല്ലാം ഉണ്ട്. നമ്മൾ കുറേ ദൂരം നടന്ന് വന്നപ്പോൾ തന്നെ ഒരു ഹോട്ടൽ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു. സമയം ഏകദേശം 3 മണി അടുപ്പിച്ചായി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനും വിജയശേഖരനും കൂടെ കയറി.
അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡൊക്കെ തന്നെയായിരുന്നു. ഒരു ബിരിയാണിയാണ് കഴിച്ചത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോർട്ട് കൊച്ചിയിലെ പ്രധാന ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. സിനിമ ലൊക്കേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബിഗ് ബി സിനിമയിൽ മമ്മൂട്ടിയുടെ വീടായിട്ട് കാണിക്കുന്ന ഒരു വീടാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആ സ്റ്റെപ്പിൻ്റെ മുകളിലെ കൈവരി ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തോട്ട് ഇങ്ങോട്ട് കുറച്ച് എക്സ്റ്റൻഷൻ പോലെ കുറച്ച് ഭാഗം കെട്ടിയിട്ടുണ്ട്. അതുപോലെ പെയിൻ്റ് അടിച്ച് ഫുള്ള് ലുക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് പാടായിരുന്നു. നമ്മളത് ആ കാണുന്ന ആ കടയിലെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇതാണെന്ന് കൺഫേം ചെയ്തത്. ഇത് തന്നെയാണ് ബിഗ് ബി ഷൂട്ട് ചെയ്ത വീടെന്ന് ചേച്ചി പറഞ്ഞു. ഒരുപാട് പേര് ഇതേപോലെ തിരക്കി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ശല്യം പോലെയാണ് അവർ ഇത് തന്നെ പിള്ളേരാ എന്നാണ് പറഞ്ഞത്. ബിഗ് ബി ഷൂട്ട് ചെയ്ത വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വഴിയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേന് അത്യാവശ്യം നല്ല കാണാൻ കുറച്ച് ലുക്കൊക്കെ ഉള്ള ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണ് വന്നത്. പള്ളി ക്ലോസ്ഡ് ആണ്, നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആരാധന നടക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഫ്രണ്ട് ഗേറ്റും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്യുക. ആ പള്ളിയുടെ നേരെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു റോഡാണ്. ആ റോഡ് നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണലുള്ള ഒരു ഏരിയയാണ് ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. ഒരുപാട് മരങ്ങളും ചെടികളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള ഈ നേരെ കാണുന്ന തൊട്ടടുത്ത് കാണുന്ന ഈ വഴി കണ്ടില്ലേ, ആ നേരെ കാണുന്ന വീടാണ് നമ്മൾ നേരത്തെ കണ്ട നമ്മൾ ബിഗ് ബി സിനിമ ഷൂട്ട് ചെയ്ത വീടെന്ന് പറയുന്നത്. ഈ 3-4 മരങ്ങൾ ഇങ്ങനെ ഇട സൈഡിൽ നിൽക്കുന്നത്, ആ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ടുള്ള ഒരു വഴി, ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. കുറേ നേരം അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത്. ഞാനും വിജയ് ചേട്ടനും കൂടെ നമ്മുടെ മൊബൈലിലും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഹോം സ്റ്റേയും കാര്യങ്ങളെല്ലാം ഈ ഫോർട്ട് കൊച്ചി ഈ ഒരു ഏരിയയിൽ ഒരുപാടുണ്ട്. ഫോർട്ട് കൊച്ചിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് വരുമ്പോഴത്തേനും ഒരു വലിയ ഒരു 4-5 മരങ്ങൾ, ഇതുപോലത്തെ ഒരു 4-5 മരങ്ങൾ അടുത്തടുത്ത് നിൽപ്പുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ മൊബൈൽ ക്യാമറയിൽ എത്രത്തോളം ഭംഗി കിട്ടുമെന്നൊന്നും അറിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൻ്റെ അത്രയും ലുക്കിലാണ് ആ വലിയ മരങ്ങൾ നിൽക്കുന്നത്. ഒരു 4-5 മരങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ വരുന്ന വീഡിയോസ് സ്ഥിരം കാണുക. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഏരിയയൊക്കെ? സൂപ്പർ, അടിപൊളി സ്ഥലം. കൂടുതലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അധികം സമയമില്ല. എന്തായാലും തിരിച്ച് നമുക്ക് ഇന്ന് തന്നെ ട്രിവാൻഡ്രം പോകണം, അതുകൊണ്ട് അധികം നിൽക്കാനുള്ള സമയമില്ല. നമ്മളിനി ഇവിടെ നിന്ന് തേവരയാണ് റൂമുള്ളത്. അപ്പോൾ അവിടത്തോട്ട് തന്നെ ഒരു 10 കിലോമീറ്റർ അടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വീട്ടിലോട്ട് ഒരു 200 കിലോമീറ്റർ. ഇപ്പോൾ തന്നെ മണി 5 കഴിഞ്ഞ്. എങ്ങനെയായാലും സമയത്ത് ഏകദേശം ഒരു 6 മണി അടുപ്പിച്ചാവും. കുളിച്ചിട്ട് എല്ലാം റെഡിയായി പോകുമ്പോൾ തന്നെ എങ്ങനെയായാലും 1 മണിയാവും രാത്രി വീടെത്തുമ്പോൾ എന്തായാലും 1 മണിയൊക്കെ ആവും. അപ്പോൾ മുമ്മ അപ്പോഴും ഫോർട്ട് വെച്ച് വിട്ടു പോവാണ്. മുമ്മ നമ്മൾ അങ്ങനെയൊക്കെ വേണം പറയാനായിട്ട്. ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ഒരു സ്ലാങ് അങ്ങനെയാണ്. നമ്മൾ ഈ പാമ്പ് അല്ല, അങ്ങനെയല്ല, ഈ ചേരയെ തിന്നുന്നവനാണല്ലോ. അപ്പോൾ തൽക്കാലത്തേക്ക് മുമ്മ ഈ നാടിനോട് വിട പറയുകയാണ്. നേരെ നമ്മുടെ നാടായ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ബൈ.